നമസ്കാരം. മലയാളി വാർത്ത ടോക്കിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അതൊരു ആന്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള ഒരു ആന്റി ക്ലൈമാക്സ് അല്ല, അനിവാര്യമായ അവസാനത്തിലേക്ക്, അങ്ങനെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുകയാണോ എന്നുള്ള ഒരു ആകാംക്ഷ ഇവിടുത്തെ വിശ്വാസികളിൽ ഉണ്ടാകുകയാണ്. നമുക്കറിയാം, ശബരിമലയിൽ നടന്നിരിക്കുന്ന കൊള്ള അതിൻ്റെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരുന്നു ആദ്യം പുറത്തേക്ക് വന്നത്. പിന്നെ അവിടെ നടന്ന കൊള്ളയുടെ വ്യാപ്തി എന്താണെന്ന് കേരളത്തിന് ബോധ്യപ്പെട്ടു. ഇവിടുത്തെ ഹൈക്കോടതി ഏറ്റവും ശക്തമായിട്ട് ഈ കേസിൽ ഇടപെട്ടതുകൊണ്ടാണ് പല വമ്പന്മാരുടെയും അറസ്റ്റുകൾ നടന്നത്. ഇവിടുത്തെ അന്വേഷണ സംഘത്തെ ചൂണ്ടുവിരലിൽ നിർത്തിയിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഒരു ലേശം വെള്ളം ചേർക്കാൻ പോലും കഴിയുന്നില്ല. നമുക്കറിയാം, ഭരണകൂടത്തിൻ്റെ കക്ഷത്തിരിക്കുന്ന ഏജൻസിക്ക് ആ ഭരണകൂടത്തിന് പോലും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഹൈക്കോടതി അവരെ കവർന്നെടുത്തു. ആ കാഴ്ച നമ്മൾ കണ്ടു. പിന്നീട് ഇതിൽ ഉൾപ്പെട്ട പലരും ജാമ്യത്തിന് വേണ്ടി ഓടി നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഊടുപാട് ജാമ്യാപേക്ഷകൾ കീറിയെറിയുകയായിരുന്നു കോടതി. ചിലർ തനിക്ക് നേരെ കള്ളൻ എന്നുണ്ടായ പരാമർശം, ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാമർശങ്ങൾ നീക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ദൈവത്തെ പോലും കൊള്ളയടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചോടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ വിഷയത്തിൽ നമ്മൾ പലപ്പോഴും കോടതികൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. വാദപ്രതിവാദങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ ശബരിമല വിഷയത്തിൽ കോടതികൾ വൈകാരികമായി സംസാരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശമാണെങ്കിലും ഇന്ന് സുപ്രീം കോടതിയുടെ ഇടപെടലും ഒക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നിയമം കയ്യിൽ എടുക്കുന്ന ആൾക്കാർ പോലും ഈ വിഷയത്തിൽ ഒരു അയ്യപ്പൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വരികയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ ദൈവം തൂണ് പിളർന്നൊന്നും വരില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിൻ്റെ ഒരു തലോടൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കൈകടത്തൽ ദൈവത്തിൻ്റെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന് ഈ കേസിൽ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു. ഇത് വിശ്വാസികളുടെ വിശ്വാസമാണ്. പക്ഷേ നമുക്ക് ഇതിനെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇതിലെ ഓരോ വശങ്ങളും പരിശോധിക്കണം. ഈ കോടതികൾ വൈകാരികമായി സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ ഇടപെടൽ, ഹൈക്കോടതിയുടെ ഒരു ബദറുദ്ദീൻ്റെ പറഞ്ഞത്, അത് കേരളത്തിലെ ജനങ്ങളും അത് വൈകാരികമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ്സിരുന്നാൽ പോലും നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ പാപത്തിൽ നിന്ന് കരകയറാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതൊരു ശരിക്കും വൈകാരികമായിട്ട് തന്നെയാണ്. അത് പണ്ട് ഒരു പാട്ടിലുണ്ടായിരുന്ന വരികളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പഞ്ചാഗ്നി എന്ന് പറയുമ്പോൾ സൂര്യൻ, ചന്ദ്രൻ, വായു, ജലം, അഗ്നി ഇവയെല്ലാമാണ് പഞ്ചാഗ്നിയിൽ പറയുന്നത്. അപ്പോൾ ഇവയ്ക്ക് മധ്യ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീച്ചുളയിൽ ഇരുന്ന് പോലും തപസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറൊന്നും പറയുന്നുണ്ട്. ഒറ്റക്കാലിൽ നിന്ന് പാർവതി തപസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, ശിവനെ കിട്ടാൻ വേണ്ടി പഞ്ചാഗ്നി മധ്യത്തില്. അല്ല, പാർവതി മാത്രമല്ലല്ലോ, ചില അസുരന്മാർ കിട്ടുന്നതിനും അങ്ങനെ തപസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു രക്ഷ നേടുന്നതിന് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്താലൊന്നും അതിൽ നിന്നൊരു രക്ഷ കിട്ടുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ചെയ്തത് പാപമാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫലം അനുഭവിച്ച് തന്നെ പോവുകയുള്ളൂ. അതാണ് അവിടെ കാണിച്ചത്. ഇപ്പോൾ ഇവരെ എങ്ങനെയെല്ലാം കടന്നു ഓടിക്കഴിഞ്ഞാലും എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ആ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒഴിവ് കിട്ടുമോ എന്നാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ ചോദിച്ചത്. അതിനേക്കാൾ അല്ലെങ്കിൽ അതിനൊപ്പം തന്നെ വൈകാരികമായിട്ടുള്ള കാര്യമാണ് സുപ്രീം കോടതി എന്ന് ചോദിച്ചത്. നിങ്ങൾ ദൈവത്തിനെ പോലും കൊള്ളയടിച്ചില്ലേ എന്ന്. അതിലെല്ലാം ഉണ്ട്. കാരണം കൊള്ളയടിക്കുന്നതേ പാപമാണ്. പക്ഷെ ജനങ്ങളെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനങ്ങളെ കൊള്ളയടിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അവരിപ്പോൾ കൊള്ളയടിച്ചിരിക്കുന്നത് അവരുടെ ദൈവത്തിനെ തന്നെയാണ്. അതിനെപ്പോലും മറക്കാത്ത ഒരാൾ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നവരും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അങ്ങനൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? ദൈവത്തിനെ പോലും കൊള്ളയടിക്കുന്ന ഒരു നാടായി കേരളം മാറിയില്ലേ എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അകത്തായിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ മരണത്തിന് തുല്യമാണ്. കാര്യം നമുക്കറിയാം, മുൻപ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ ജനങ്ങൾ തന്നെ വൈകാരികമായി ചോദിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ചമ്പൽ കൊള്ളക്കാർ പോലും ദൈവത്തെ കൊള്ളയടിക്കില്ല. പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർ, അതായത് ഈ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് നടന്നിരുന്ന പലരുമാണ് ഈ കൊള്ളയിൽ പങ്കാളികളായിരിക്കുന്നത്. അവരുടെ അവസ്ഥകളിലേക്ക് നമുക്കിപ്പോഴൊന്ന് പോകാം. നമുക്കറിയാം, വാസുവും പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും ഒക്കെ നിസ്സാരക്കാരല്ല, വമ്പന്മാർ തന്നെയാണ്. ഇവിടെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ തലയും കുത്തി കടന്ന് പരിശ്രമിച്ചു ഈ ഭരണകൂടവും മറ്റു ചില ആൾക്കാരും ചേർന്ന്. അതായത്
ശങ്കർദാസ് ആശുപത്രിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് ശങ്കർദാസിനെ ഒരു തിരുവനന്തപുരത്തെ ഒരു വലിയ ആശുപത്രിയിൽ, 5 സ്റ്റാർ ആശുപത്രിയിലായിരുന്നു ICU. അവിടെ ഒരു ICU സെറ്റപ്പ് ഉണ്ടാക്കി കിടത്തി എന്നുള്ള വിവരങ്ങൾ പോലും പിന്നീട് പുറത്തു വന്നു. അതായത് അങ്ങനെ വരെ ഒരു സെറ്റ് ഉണ്ടാക്കി അവിടെ ശങ്കർദാസിനെ കൊണ്ട് കിടത്തിയിട്ടും ഏറ്റില്ല. കോടതി പറഞ്ഞത് മരണക്കിടക്കയിൽ വെള്ളമിറങ്ങാതെ കിടക്കുകയാണെങ്കിലും വേണ്ടില്ല, അറസ്റ്റ് ചെയ്തിരിക്കണമെന്നാണ്. തുടർന്നായിരുന്നു പണി പാളുന്നു എന്ന് കണ്ട ഘട്ടത്തിൽ ഈ പറയുന്ന ശങ്കർദാസിനെ, അതായത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പരിശോധിക്കുന്നു, അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. ഇത് തന്നെയല്ലേ ഇപ്പൊ എൻവാസും പറഞ്ഞത്, മരിക്കാറായി കിടക്കുകയാണ്, അവസാന കാലഘട്ടമായി. ഇനി അന്ന് മാത്രമല്ല, ഈ സമയത്ത് ഈ കൊള്ളയടി നടന്ന സമയത്ത് ഞാൻ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്നില്ല, അതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണം, എനിക്ക് അത്രയധികം അസുഖങ്ങളുണ്ട്, ഞാനിപ്പോൾ മരണക്കിടക്കയിലാണ്, എൻ്റെ അന്ത്യാഭിലാഷമായിട്ടെങ്കിലും എനിക്ക് ജാമ്യം തരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞതാണ്, അന്ത്യമായിരിക്കുന്നവരെ മാത്രമല്ല മരിച്ച് കുഴിയിൽ പോയവരെ പോലും ഇതിലേക്ക് കൊണ്ടുവരും. അതായത് നമുക്കറിയാം ഈ കോടതി അങ്ങനെ ഒരു പരാമർശം നടത്തിയതിനൊരു കാരണമുണ്ട്. അതായത് മുൻ ബോർഡ് അംഗങ്ങൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, 2 പതിറ്റാണ്ടത്തെ അവിടെ നടന്ന ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാണ്. ഈ 2 പതിറ്റാണ്ടത്തെ വരുമ്പോഴത്തേക്ക് UDFന്റെ കാലത്തെയും കൂടെ വരികയാണ്. അതായത് പ്രയാർ ഗോപാലകൃഷ്ണനൊക്കെ മരിച്ചുപോയ ആളാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. അതായത് കുഴിയിൽ കിടക്കുന്നവരാണെങ്കിൽ പോലും അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് മറുപടി പറയണം കൊള്ളയ്ക്ക്. അവരൊരിക്കലും തിരിച്ചു വരില്ല എന്നറിയാം, പക്ഷെ അവരെ പോലും സംശയത്തിന്റെ മുൾമുനയിലാണെങ്കിൽ അവരെ പോലും വെറുതെ വിടില്ല എന്ന് നിർബന്ധമായിട്ടും പറയും. അല്ല, അതിനൊരു കാരണവുമുണ്ട്. കാരണം പ്രയാർ ഗോപാലകൃഷ്ണൻ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ, ആ കുടുംബം ഇപ്പോഴും ഉണ്ടല്ലോ. അതായത് ഈ കൊള്ളയിൽ ഉൾപ്പെട്ടവരെ ബാധിക്കുന്ന ഏറ്റവും പ്രധാന വിഷയം ഈ ഇവരുടെ കുടുംബക്കാർക്ക് സമൂഹത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് പണ്ട് വാൽമീകി പറഞ്ഞതുപോലെ പറയാനും പറ്റില്ല. വാൽമീകി കേസിൽ നമ്മൾ കഥകളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, വാൽമീകി പറഞ്ഞു ഈ ചെയ്ത പാപത്തിന്റെ ഫലം നിങ്ങൾ എടുക്കുമോ എന്ന് കുടുംബത്തിനോട് ചോദിച്ചപ്പോൾ ഭാര്യയും മക്കളും പറഞ്ഞു ഞങ്ങൾ ഏൽക്കില്ല എന്ന്. അതെല്ലാം കഥയിൽ പറയാം. പക്ഷെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള മുതൽ കൊണ്ടുവന്ന് കുടുംബത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കൊണ്ടുവന്ന ആൾ മരിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ കുടുംബം അതിന് ഉത്തരം പറയേണ്ടി വരും. നമ്മളിവിടെ ഇവിടുത്തെ ഈ വിശ്വാസികൾ പറയുന്നത് നിന്റെയൊക്കെ 10 തലമുറ ഇതിന് പഴികേക്കേണ്ടി വരും എന്നുള്ളതാണ്. നിസ്സാര വിഷയമല്ല. നമ്മൾ ജനങ്ങളെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളെ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്ന പോലെയല്ല, അതിവിടെ കാലാകാലങ്ങളായി ഏത് സർക്കാർ ഭരിച്ചാലും നടക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവത്തെ കൊള്ളയടിച്ചു കൊണ്ടുപോയെന്ന് പറയുമ്പോഴത്തേക്ക് കളിയാകെ മാറുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ മുൻപ് സഖാവ് വാസു ആയിരുന്നു, പക്ഷേ സഖാവൊക്കെ മാറി, ഇപ്പോൾ കള്ളൻ വാസു, കട്ടിള പപ്പൻ എന്നൊക്കെയാണ് നാട്ടുകാർ പോലും വിളിക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന ഇവരുടെ കുടുംബക്കാര് എരുതിയിലേക്ക് വീഴുന്നത്. നമ്മൾ KP ശങ്കർദാസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ശങ്കർദാസിന്റെ മകൻ ഒരു IPS ഉദ്യോഗസ്ഥനാണ്, ഹരിശങ്കർ. അച്ഛൻ അറസ്റ്റിലായതിന് പിന്നാലെ ഇപ്പോൾ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മാനസിക സമ്മർദ്ദമാണ്. കാരണം അത്രത്തോളം നാണക്കേടിലേക്ക് അവർ വീഴുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വാസുവാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് ജാമ്യാപേക്ഷയുമായിട്ട്. അവിടെ ചെന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി പറഞ്ഞത് ദൈവത്തെ കൊള്ളയടിച്ചു എന്നുള്ളത്. അവിടെയാണ് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന് കോടതികൾക്ക് വ്യക്തമായി മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. നമുക്കറിയാം, ഒരു കേസ് നടക്കുമ്പോൾ അതിൻ്റെ വിധി വരുന്നത് വരെ ആരോപണ വിധേയരാണ്. പക്ഷേ ഈ കേസിൽ ഇവരെ ആരെയും ആരോപണ വിധേയരെന്ന് പോലും പറയാൻ കോടതികൾ തയ്യാറാകുന്നില്ല. ദൈവത്തെ കൊള്ളയടിച്ചു എന്നുള്ള പരാമർശം വരുമ്പോൾ ഇവരെല്ലാം ആ കൊള്ളയ്ക്ക് കൂട്ടുനിന്നു എന്നാണ് വ്യക്തമാകുന്നത്. അവിടെയാണ് ഇനി സുപ്രീം കോടതിയിലേക്ക് ജാമ്യഹർജിയുമായി പോകാനിരിക്കുന്നവർക്ക് വലിയ അടി കിട്ടാൻ പോകുന്നത്. ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെ ഇപ്പോൾ വാസുവിന്റെ ജയിലിലെ അവസ്ഥ, ഈ ഇവിടുത്തെ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ജയിലിൽ ഇവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ്. കാരണം ദൈവത്തെ കൊള്ളയടിച്ചിട്ട് ഇവന്മാരൊക്കെ അങ്ങ് നെകളിച്ച് നടക്കുകയാണോ? നമുക്കറിയാമല്ലോ, ഈ ജയിലിൽ പലർക്കും സർവ്വ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഈ കൊടിസുനി കേസിലൊക്കെ അവർക്ക് ഇഷ്ടം പോലെ പരോള് കൊടുക്കുക, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ജയിലിൽ എത്തിച്ചു കൊടുക്കുക, ഫോണ്, അവരുടെ മറ്റേ ഫാന്, ബെഡ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും സൗകര്യങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടോ? ഇവർ ജയിലിനുള്ളിൽ ഈ പറയുന്ന പ്രിവിലേജുകളോടുകൂടി കഴിയുകയാണോ എന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അവരുടെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ളത്. അതായത് ജയിലുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു കാര്യമെന്ന് പറയുന്നത് വാസുവും പത്മകുമാറും ശങ്കർദാസും അതുപോലെ തന്നെ വിജയകുമാറും ഒക്കെ ഭ്രാന്തിളകി നടക്കുന്ന ഒരു അവസ്ഥയിലാണ് അഴിക്കുള്ളിൽ. അതായത് അവർക്ക് പറ്റുന്നില്ല ഈ ജയിലിനുള്ളിലെ ഒരു ജീവിതം. അങ്ങനെ പുറത്തങ്ങനെ നടന്നവരല്ലല്ലോ. പുറത്ത് ഈ മതിച്ചു പുളച്ച് പട്ടുപത്തയിൽ കിടന്ന് വിലസിയ ആൾക്കാരൊക്കെയാണ്. ഇവർക്ക് ഈ 4 ചുവരുകൾക്കുള്ളിലെ ഒരു ജീവിതം പറ്റുന്നില്ല, ജയിലിലെ ആഹാരം പറ്റുന്നില്ല. അതുപോലെ തന്നെ
ഇവരെയൊക്കെ വേവലാതിപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി നിർണായകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം, ED പല കേന്ദ്രങ്ങളിലേക്കും കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ കടകംപള്ളിയുടെ കഴക്കൂട്ടത്തെ വീടിന് ചുറ്റും റഡാറിലാക്കിക്കൊണ്ട് റോന്തു ചുറ്റുകയാണ്. അതായത് ഏത് നിമിഷം വേണമെങ്കിലും കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാകാം എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു, ഈ കേസിൻ്റെ ആദ്യം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്, കടകംപള്ളി പല കള്ളങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പോറ്റി അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പോറ്റിയുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായിരുന്നു എന്ന് വരെ വ്യക്തമായിരിക്കുകയാണ്. അടുത്ത വീട്ടിലത്തെ ആള് പറഞ്ഞു 2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിർണായക വിവരങ്ങൾ കിട്ടുന്നു. ഇത് മാത്രമല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കടകംപള്ളി സുരേന്ദ്രൻ 2019 ഈ കൊള്ള നടന്ന സമയത്ത് അവിടെ ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന ഒരാൾ, അയാൾക്ക് ഈ ശബരിമല കൊള്ളയെക്കുറിച്ച് അല്ലെങ്കിൽ അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവാദം വന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി പറയാമായിരുന്നു, എനിക്ക് പോറ്റിയെ അറിയാം, പോറ്റിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തേക്ക് വന്ന് നിന്ന്, ഇതുവരെ മാധ്യമങ്ങളെ പേടിച്ചിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ രംഗത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എനിക്ക് പോറ്റി ഉപഹാരങ്ങളൊന്നും തന്നിട്ടില്ല, ഇന്നത്തെ പോറ്റിയല്ല, ഞാൻ അന്നത്തെ പോറ്റിയാണ് കണ്ടത്. അതായത് അന്ന് പോറ്റി വലിയ പ്രബലനൊന്നും ആയിരുന്നില്ല, ഇപ്പോഴാണ് അങ്ങ് വലിയ ആളായത് എന്നുള്ള തരത്തിൽ. അന്നത്തെ പോറ്റിയാണേലും ഇന്നത്തെ പോറ്റിയാണേലും പോറ്റി ഒരാൾ തന്നെയാണ്. അയാൾക്ക് അവിടെ സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് ഈ പറയുന്ന 2019 അതിനു മുൻപ് മുതൽ അയാൾക്ക് അവിടെ സർവ്വസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കടകംപള്ളി അവിടുത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു. ദേവസ്വം മന്ത്രിയായിട്ടിരുന്ന ഒരാൾ ശബരിമലയിലേക്ക് കീഴ്ശാന്തിക്കാരനായിട്ട് കൊണ്ടുവന്ന ഒരാൾ ഈ ശബരിമലയിൽ വലിയ ആളാകുന്നതിനെ എതിർക്കണമായിരുന്നു, ചോദ്യം ചെയ്യണമായിരുന്നു. ഇയാൾ ആരാണ് അതൊക്കെ അന്വേഷിക്കാൻ എന്ന് ചോദിക്കണമായിരുന്നു. അയാൾ അത് ചോദിച്ചില്ല. ഇത് മാത്രമല്ല, ഈ പറയുന്ന പോറ്റിക്ക് അവിടെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് വാഴിച്ചതിൽ ഇവർക്കും പങ്കുണ്ട്. ഈ പോറ്റിയെ കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കാലാകാലങ്ങളിൽ ഈ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവരെല്ലാവരും പോറ്റിക്ക് വലിയ ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കി കൊടുത്തു. മറ്റൊരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 2019 ദേവസ്വം ബോർഡും അതുപോലെ തന്നെ തന്ത്രി കുടുംബവും തമ്മിൽ പോരായിരുന്നു. ശബരിമലയിലെ അധികാരികൾ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് അവിടുത്തെ പൂജാകർമ്മങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് അവകാശമുള്ളൂ, മറ്റു കാര്യങ്ങൾ ദേവസ്വം ബോർഡ് നോക്കും. അങ്ങനെ ദേവസ്വം ബോർഡ് നോക്കുമായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന പോറ്റിക്ക്, ഒരു കീഴ്ശാന്തിക്കാരന് ഈ പറയുന്ന സ്വാതന്ത്ര്യം കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊക്കെ ബോർഡ് നോക്കിയതുകൊണ്ടാണല്ലോ പോറ്റി ഇങ്ങനെ വളർന്നു വന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി. അപ്പോൾ തുടക്കം മുതൽ തന്നെ കള്ളം പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെല്ലാം വന്ന് ന്യായീകരിച്ചിട്ട് ഒരു കാര്യവുമില്ല, കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ AKG സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, പേടിച്ച്. ED അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു ഭയമാണ്. പക്ഷേ ഇവിടെയാണ് ഭരണകൂടം മറ്റു ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരുന്നത്. അതായത് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതുവരെ നമ്മൾ ഈ കേസിൻ്റെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, ഇതിനു മുൻപ് വരെ ഈ കേസിൽ അറസ്റ്റിലായ ആരെയും ഒന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ED തയ്യാറായിട്ടില്ല. പകരം ED ചെയ്തത് തിരക്കിട്ടുള്ള ഒരു റെയ്ഡായിരുന്നു. ഈ റെയ്ഡിന് ശേഷം ഒരു അറസ്റ്റ് നടക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ED ഒരു അറസ്റ്റ് നടത്തുമ്പോൾ അതൊരു ചെറിയ മീനെ ആയിരിക്കരുത്, ഒരു വമ്പൻ സ്രാവിനെ തന്നെ കിട്ടണം. അപ്പോൾ ദേവസ്വം ബോർഡിലെ മന്ത്രി, അന്ന് 2019 മന്ത്രിയായിരുന്ന കടകംപള്ളിയെ പൊക്കുകയാണെങ്കിൽ സ്രാവ് വമ്പനാണ്. അപ്പോൾ അതൊരു വലിയ ഒരു ഓളം ഉണ്ടാക്കാൻ കഴിയും ആ ഒരു അറസ്റ്റിന്. CPM-നെ അടിച്ചിരുത്താൻ അതിനേക്കാൾ വലിയ വടി വേറെ വേണ്ട. അപ്പോൾ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നു, കടകംപള്ളിയുടെ അറസ്റ്റിൻ്റെ ഏതാണ്ട് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടെയാണ് ഭരണകൂടം ഈ ED-യുടെ കൈകളിലേക്ക് കടകംപള്ളി പോകാതിരിക്കാൻ വേണമെങ്കിൽ SIT-യെ ഇറക്കി കടകംപള്ളിയെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഭരണകൂടം എത്തുകയാണ്. അവിടെ അടിപതറി നിൽക്കുന്ന ഒരു ഭരണകൂടം, CPM, അവരെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഈ ഭരണകൂടത്തിന്, ഈ പാർട്ടിക്ക് ഇത്തരം പ്രതിസന്ധികളെല്ലാം ഒഴിവാക്കാമായിരുന്നു. ഇവർക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ കടകംപള്ളിക്ക് ഉണ്ടായിരുന്ന അവസരങ്ങൾ പോലെ തന്നെ പാർട്ടിക്കും ഭരണകൂടത്തിനും അവസരം ഉണ്ടായിരുന്നു. കാരണം സ്വർണ്ണക്കൊള്ളയിൽ വാസുവും പത്മകുമാറും പ്രതിക്കൂട്ടിലായപ്പോൾ പാർട്ടി അവരെ മാറ്റി നിർത്തണമായിരുന്നു. ഇവർ അവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ തെളിഞ്ഞതിന് ശേഷം കോടതിയിൽ ബോധിപ്പിക്കട്ടെ, അവർ തെറ്റുകാരല്ലെങ്കിൽ കോടതിയിൽ തെളിയിക്കട്ടെ, അതുവരെ പാർട്ടി മാറ്റി നിർത്തുന്നു എന്ന് പറയാമായിരുന്നു. ആ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ധാർമ്മികത ഇവിടുത്തെ സർക്കാർ കാണിച്ചില്ല.
ഇന്നിപ്പോൾ ഏറ്റവും വലിയ പ്രതിരോധത്തിലേക്ക് കടകംപള്ളി വീഴുമ്പോൾ ഈ നിമിഷം വരെ കടകംപള്ളിയെ തള്ളിപ്പറയാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇതെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടികിട്ടിയതിൽ ഏറ്റവും പ്രധാനം അത് ശബരിമല വിഷയം തന്നെ ആയിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. ഇപ്പോൾ ശങ്കർദാസ് മുമ്പ് ശങ്കർദാസ് സുപ്രീം കോടതിയിൽ പോയിരുന്നു. അതായത് ഹൈക്കോടതിയുടെ ആദ്യത്തെ പരാമർശം വന്ന സമയത്ത് അന്ന് 2019 ദേവസ്വം ബോർഡിലുള്ള എല്ലാവരും കുറ്റക്കാരാണ് എന്നുള്ളൊരു പരാമർശമായിരുന്നു ഹൈക്കോടതി അന്ന് നടത്തിയത്. ആ പരാമർശം തന്നെയും കൂടെ ഉൾപ്പെടുത്തിയുള്ള ആ പരാമർശം മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിലേക്ക് ഓടിയത് ശങ്കർദാസ്. പക്ഷേ സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർദാസിനെ അടിച്ചോടിച്ചു. ഇന്നിപ്പോൾ ശങ്കർദാസ് മെഡിക്കൽ കോളേജിലാണ്, തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലാണ്. അയാളെ എത്രയും പെട്ടെന്ന് പൂജപ്പുരയിലേക്ക് മാറ്റുമെന്നുള്ള വിവരം വരുന്നുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ സുപ്രീം കോടതിയിലോട്ട് ഒരു മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകാൻ ശങ്കർദാസിന് ധൈര്യം വന്നിട്ടില്ല. കാരണം സുപ്രീം കോടതി ഓടിക്കുമെന്നറിയാം. അതറിയാവുന്നത് കൊണ്ടും ഇത് മാത്രമല്ല, ഈ 27-ാം തീയതി ജനുവരി 27-ാം തീയതി ശങ്കർദാസിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ കൈമാറണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്തിൽ ഒരു പുണ്ണാക്കും ഇല്ലെങ്കിൽ ഈ പറയുന്ന ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി എടുത്തിടും. അപ്പോൾ അതിനു മുൻപ് ജാമ്യഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോയാൽ അവിടുന്ന് അടി കിട്ടുമെന്ന് ഉള്ളതുകൊണ്ടാണ് കൃത്യമായി ശങ്കർദാസ് ഇപ്പോൾ മൗനം പാലിച്ച് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ജയിലിലേക്ക് മാറ്റുക എന്നുള്ള ഒരു നീക്കമാണ് ഇനിയുള്ളത്. അപ്പോൾ ഇവരുടെ എല്ലാം അവസ്ഥ കൊള്ളയടിച്ച മുതൽ ഉപയോഗിക്കാൻ പോലും കഴിയാത്ത ഒരു ഗതികേടില്ല. കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടിയുടെ സ്വത്ത് മരവിപ്പിച്ചു. അതുപോലെ തന്നെ പത്മകുമാർ, മുരാരി ബാബു എന്നിവരുടെ അടക്കം പ്രതികളുടെ സ്വത്തുകളെല്ലാം മരവിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. അപ്പോൾ രേഖകളുടെ പരിശോധന കഴിഞ്ഞാൽ സാക്ഷികൾക്ക് സമൻസ് അയക്കുമെന്നും പറഞ്ഞു. അപ്പോൾ അയ്യപ്പന്റെ മുതൽ ആരെല്ലാം കട്ടു അതൊന്നും തന്നെ അവർക്ക് അനുഭവിക്കാനുള്ള യോഗം അവർക്ക് ഒരിക്കലും കിട്ടില്ല. അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും കിട്ടില്ല. കാരണം ഈ 1.3 കോടി രൂപയുടെ സ്വത്ത് എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി? ഒരു കീഴ്ശാന്തിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ഇത്രയും പണം ഉണ്ടാക്കി? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം 4.25 കിലോയുടെ സ്വർണ്ണമാണ് അവിടുന്ന് പോയിട്ടുള്ളത്. അതിന് ആകെ കിട്ടിയിട്ടുള്ളത് പൊട്ടും പൊടിയായിട്ട് 450 ഗ്രാമിൻ്റെ ആകെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി വലിയൊരു സ്വത്ത് ഇപ്പോഴും കണ്ടുകിട്ടാൻ ബാക്കിയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ കൈവശം തന്നെ ഉണ്ടായിരിക്കാം. അത് കിട്ടാതെ ഒരിക്കലും ഈ അന്വേഷണം അവസാനിപ്പിക്കും എന്നുള്ളത് ഇവർക്ക് സ്വപ്നം പോലും കാണണ്ട എന്നുള്ളത് അവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലാകുമ്പോൾ അതോടുകൂടി ഈ അന്വേഷണം എവിടെ ഈ പറയുന്ന ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് 415 ഗ്രാം കിട്ടുമ്പോൾ അതങ്ങ് ഒതുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഹൈക്കോടതി വിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞു ഈ കേസിൽ വമ്പന്മാരുണ്ടെന്ന് ഹൈക്കോടതി പറയുമ്പോഴത്തേക്ക് SITക്ക് വീണ്ടും അറസ്റ്റിന് നിർബന്ധിതരായി. ഒരു കാര്യം ഗോവർദ്ധൻ പറഞ്ഞു അതിൽ ഈ 450 ഗ്രാം കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പം എന്നിട്ട് ബാക്കി എവിടെയും ചോദിച്ചപ്പോൾ പറഞ്ഞൊരു അടിപൊളി ഉത്തരവുണ്ട്. ഇതിനു വേണ്ടി ഞാൻ ശബരിമലയ്ക്ക് 1,40,00,000 രൂപ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം ഇങ്ങോട്ട് എടുത്ത് കൊള്ളയടിച്ചിട്ട് അതിന് കൈക്കൂലി, അത് നിയമത്തിന് മുന്നിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി അയ്യപ്പന് തന്നെ കൈക്കൂലി കൊടുത്തിരിക്കുക. അല്ല, അപ്പോൾ അയ്യപ്പനും പങ്കുപറ്റി എന്ന് വേണമെങ്കിൽ ഇവർ പറയും. അയ്യപ്പനും കൊടുത്തിട്ടുണ്ട് 1,40,00,000 അല്ലേ പങ്കുപറ്റിയെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇനി അയ്യപ്പനെയും കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഞങ്ങൾ കൊള്ളയടിച്ചത് ഞങ്ങൾ അയ്യപ്പന് കൊടുത്തിട്ടുണ്ട്. അതെ, അതാണ്. അപ്പോൾ അയ്യപ്പൻ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് അയ്യപ്പൻ ഉഗ്രരൂപിയായിട്ട് പുലിപ്പുറത്ത് വരുന്ന ഒരു വരവ് നമ്മുടെ അയ്യപ്പൻ പാട്ടിലും അതുപോലെ അയ്യപ്പൻ്റെ ചരിത്രത്തിലും പറയുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഉഗ്രരൂപിയായിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലെല്ലാം കാണുന്നത് അയ്യപ്പന്റെ ആ കണ്ണ് തന്നെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ പറയരുത്, അങ്ങനെ പറയാനേ പാടില്ല. പരാമർശം താങ്കൾ പിൻവലിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ ഒരു ചർച്ചയിൽ പറഞ്ഞു അയ്യപ്പൻ അങ്ങനെ ഒരു പകരത്തിന് പകരം ചെയ്യുന്ന ആളല്ല, അയ്യപ്പൻ അങ്ങനെ മറ്റേ എന്തുവാ KGFലെ റോക്കി ബായി ഒന്നും അല്ലെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. കാരണം അയ്യപ്പൻ ഉഗ്രരൂപിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അതെപ്പോഴാണെന്നറിയാമോ? മഹിഷിയെ കൊല്ലുന്നതിനും തൻ്റെ കൊട്ടാരം കൊള്ളയടിക്കുന്നതിനെത്തിയ മറ്റേ ആരെയോ കൊന്നു എന്നുള്ള ഒരു ചരിത്രം. ആ കൊട്ടാരം കൊള്ളയടിക്കാൻ എത്തിയവരെ ആണ് അയ്യപ്പൻ ഉഗ്രരൂപിയായിട്ട് വന്നത്. അതുപോലെ ശബരിമല കൊള്ളയടിക്കാൻ വന്നവരെയാണ്. പക്ഷേ വ്യത്യാസമുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്ന ചരിത്രം അങ്ങനെയല്ല, പുരാണം അങ്ങനെയല്ല. രാഹുൽ ഈശ്വർ പറയുന്നത് അതായത് അയ്യപ്പൻ ഉഗ്രരൂപം എടുത്തിട്ടുണ്ട്, മഹിഷിയെ കൊന്നിട്ടുണ്ട്. അതിനൊക്കെ ശേഷം ശാന്തസ്വരൂപനായി ശബരിമലയിൽ പോയിരിക്കുകയാണ്. അയ്യപ്പനെ കൊള്ളയടിച്ചുകൊണ്ട് പോയാൽ അയ്യപ്പനൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം അയ്യപ്പൻ അങ്ങനെ പകരം വീട്ടുന്ന ഒരാളല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ല, കാരണം രാഹുൽ ഈശ്വർ പറയുന്നത്
ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണല്ലോ. തന്നെയല്ല, ഇപ്പൊ ശബരിമല മറ്റേ മണ്ഡല മകരവിളക്ക് കാലം കഴിഞ്ഞ് നടയടച്ച് ഇപ്പോൾ യോഗനിദ്രയിലാണ് അയ്യപ്പൻ. അയ്യപ്പൻ ശാന്ത സ്വരൂപനായി ധ്യാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യനല്ല, ദൈവമാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആരോടും പഴി വാങ്ങാനോ അല്ലെങ്കിൽ മറ്റുള്ള ദൈവങ്ങളെ പോലെയൊന്നും അല്ല, ശിവനെ പോലെ അങ്ങനെ ഉഗ്രരൂപമൊന്നും ഉള്ള ആളല്ല എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ യോഗനിദ്രയിലേക്ക് അയ്യപ്പൻ എത്തുന്നതിന് മുൻപ് അയ്യപ്പൻ ഇപ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ കടകംപള്ളിയുടെ വീടിന് മുമ്പിൽ റഡാറിൽ വന്നിട്ടുള്ള, അതും അയ്യപ്പന്റെ തന്നെ കണ്ണുകളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത് വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ്. ഞാൻ ഈ രാഹുൽ ഈശ്വറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ഒരു രാഹുൽ ഈശ്വറിന്റെ ഇമാതിരിയുള്ള വർത്തമാനങ്ങളെ ഞാൻ ഒന്ന് ആക്കി പറഞ്ഞതാണ്. കാരണം ദൈവം ഇടപെടും എന്നുള്ളതിന് നമുക്ക് ഈ ശബരിമല തന്നെ ഒരു അടയാളമായി മാറുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, അവരുടെ വിശ്വാസമാണ്. അവരുടെ വിശ്വാസത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ വളരെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ കേസ് എങ്ങനെയാണ് വരുന്നത്? ഈ കേസിൽ ഇപ്പൊ ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ കേസ് വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വാക്കിൽ നിന്ന് മാത്രമാണ്. നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ വായിൽ ചിലപ്പോൾ ഗുളികൻ വന്നിരിക്കുമെന്ന് പറയാറുണ്ട്. കാരണം ഒരു ഗുളികൻ ഇരിക്കുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാൻ തോന്നിയത് ഇവിടെ നിന്നുള്ള പീഠം കാണാതെ പോയിട്ടുണ്ട് എന്ന് പറയാൻ തോന്നിയത്. കാരണം ഇതിനെല്ലാം ആദ്യം മുതൽ അവസാനം വരെ കൂട്ടുപ്രതിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് വിശ്വാസികളുടെ വിശ്വാസം അനുസരിച്ചെങ്കിലും അത് അയ്യപ്പൻ പറയിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആ നേരത്ത് ഗുളികൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാവിൽ വന്നതാണെന്ന് തന്നെ വിശ്വസിക്കാനാണ് കേരളത്തിലെ വിശ്വാസികളുടെ ഇഷ്ടം. അത് അങ്ങനെ ഒരു വിശ്വാസം, അതങ്ങനെയാണ്. നമുക്ക് അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാനോ വ്രണപ്പെടുത്താനോ ഒന്നും കഴിയില്ല. അവരതിനെ ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്ന് വരുന്നതും സുപ്രീം കോടതിയിൽ നിന്ന് വരുന്നതും ജഡ്ജിമാരുടെ രൂപത്തിൽ അയ്യപ്പനാണ് എന്ന് അവർ കാണുകയാണ്. അത് അവരുടെ വിശ്വാസമാണ്. കാരണം നമുക്ക് എവിടെയും ഈ പറയുന്ന ആശ്രയമില്ലാതെ വരുമ്പോൾ ആശ്വാസം കിട്ടുന്നത് എവിടെയാണോ അതിനെ ദൈവത്തിൻ്റെ രൂപത്തിൽ കാണുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അതിനെ അങ്ങനെ തന്നെ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറ്, വിശ്വാസിയാണ് എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ എന്ത് പറയുമ്പോഴും സൂക്ഷിച്ച് പറയണം എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷേ ചിലയിടങ്ങളിൽ എന്തുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെടുന്നില്ല എന്നുള്ള ഒരു നിരാശ എനിക്കുണ്ട്. നമ്മൾ ഏറ്റവും വേദനയോടെ കേട്ട ഒരു കേസുണ്ടായിരുന്നു. അതായത് കത്വയിൽ ഒരു ക്ഷേത്രത്തിലിട്ട് ഒരു ചെറിയ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയെന്ന്. അതൊരു ക്ഷേത്രത്തിനകത്ത് വെച്ചായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടില്ല എന്നുള്ളത്, അതൊക്കെ ദൈവം ശരിക്കുണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളിലേക്ക് എന്നെ കൊണ്ട് നിർത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിലും വിശ്വാസികൾക്ക് പറയാനുണ്ട് ദൈവം ഇടപെട്ടിട്ടാണ് ആ കേസ് തെളിഞ്ഞത് എന്ന്. അല്ലെങ്കിൽ പക്ഷേ ആ കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ല, ജീവൻ നഷ്ടപ്പെട്ടു. അത് അപ്പോൾ അതൊക്കെ ഒരു ചോദ്യമാണ്. പക്ഷെ എന്തോ ഒരു പവർ ഉണ്ട് എന്നുള്ളത് അതൊരു ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതിലേക്കൊന്നും പോകണ്ട, ആധികാരികമായ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ ശബരിമലയിലേക്ക് വരുമ്പോൾ എന്തായാലും വിശ്വാസികൾ അവരുടെ ആ ഉറച്ച വിശ്വാസം തന്നെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അന്വേഷണം ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് എന്നുള്ളത് ഉറപ്പിച്ച് നമുക്ക് പറയാം. ഇപ്പോൾ 21 കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ED വ്യാപക റെയ്ഡുകൾ നടത്തി വരുന്നുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ പരിശോധന നടത്തുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണ്ണക്കട്ടികൾ, അതാണ് 100 ഗ്രാം സ്വർണം ഉൾപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അവിടെ മറ്റൊരു കാര്യമുണ്ട്, VSSCയിൽ നിന്ന് വന്ന ഒരു റിപ്പോർട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. അതായത് VSSC റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് അവിടെ നിന്ന് ചുരണ്ടിക്കൊണ്ട് പോയോ എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ ഇത് മൂടോടെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ള ചില സംശയങ്ങൾ വരുന്നുണ്ട്. തിരികെ കൊണ്ടുവച്ചിരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത്. അതായത് 98-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളല്ല ഇപ്പോഴുള്ളത് എന്നുള്ള ഒരു സംശയം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി കൂടുതൽ പരിശോധനകൾക്ക് അത് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ SIT സംഘം അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് അറിയാം. കൊല്ലം വിജിലൻസ് കോടതിയിൽ അത് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പരിശോധന കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അത് കോടതിയിൽ സമർപ്പിക്കും. പിന്നെ അത് ഹൈക്കോടതിയിലേക്ക് എത്തും. എന്തായാലും ഇപ്പോൾ SIT കൊടുത്ത ആ ഇടക്കാല റിപ്പോർട്ട്, ആ റിപ്പോർട്ടിലാണ് VSSC ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ശബരിമലയിൽ ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ സാഹചര്യത്തിലാണ് ഹൈക്കോടതി വീണ്ടും ചാട്ടവാറെടുത്തത്. നല്ല അടി കിട്ടും, പുറം പൊളിയുന്ന അടി കിട്ടും. ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ അകത്ത് കിടക്കുന്നവരാരേലുമൊക്കെ ചത്തൊടുങ്ങാനും സാധ്യതയുണ്ട്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ദൈവത്തെ കൊള്ളയടിച്ചതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അതെ, ദൈവത്തെ പോലും കൊള്ളയടിച്ചില്ലേ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.